നമസ്കാരം, എല്ലാവർക്കും ബേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാരാലിമ്പിക്സ് അപ്പം നമുക്കറിയാം പാരാലിമ്പിക്സ് എന്താണ്. ഒളിമ്പിക്സിനെ തുടർന്ന് നടത്തപ്പെടുന്നതാണ് പാരാലിമ്പിക്സ്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക മത്സരങ്ങളാണ് പാരാലിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഏറ്റവും വലിയ കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. നമ്മൾ പറഞ്ഞു ഒളിമ്പിക്സിനെ തുടർന്നാണ് പാരാലിമ്പിക്സ് നടത്തപ്പെടുന്നത്. 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സും പാരാലിമ്പിക്സും ഒക്കെ നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 2024 ഒളിമ്പിക്സ് നടന്നു അല്ലെ, ഒളിമ്പിക്സ് നടന്നു. അപ്പൊ അതിനുശേഷം പാരാലിമ്പിക്സും 2024 നടന്നു. അപ്പൊ പാരാലിമ്പിക്സ് 2024 നടന്നു. അപ്പൊ 2024 നടന്ന പാരാലിമ്പിക്സ് എത്രാമത് പാരാലിമ്പിക്സ് ആണ് 2024 നടന്നത്? 17ാമത് പാരാലിമ്പിക്സ് ആണ് 2024 നടന്നത്. ഓക്കെ, ഈ 17ാമത് പാരാലിമ്പിക്സ് എവിടെ വെച്ചാണ് നടന്നത്? നമ്മൾ പറഞ്ഞതുപോലെ ഒളിമ്പിക്സിനെ തുടർന്ന് നടന്നു. അപ്പൊ ഒളിമ്പിക്സ് നടന്നത് പാരീസിൽ വെച്ചാണ്. അപ്പൊ അതുപോലെ തന്നെ പാരാലിമ്പിക്സ് നടന്നത് എവിടെ വെച്ച് തന്നെയാണ്? പാരീസിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, അപ്പൊ 17ാമത് പാരാലിമ്പിക്സ് പാരീസിൽ വെച്ച് നടന്നു. അപ്പൊ എന്ന് തൊട്ട് എന്ന് വരെയാണ് ഈ പാരാലിമ്പിക്സ് 2024 നടന്നത്? ഓഗസ്റ്റ് 28 തൊട്ട് സെപ്റ്റംബർ 8 വരെയാണ് പാരാലിമ്പിക്സ് പാരീസിൽ വെച്ച് നടന്നത് അല്ലെ. ഓക്കെ, അങ്ങനെ ഈ പാരീസിൽ വെച്ച് നടന്ന പാരാലിമ്പിക്സിന്റെ ആപ്തവാക്യം എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ. ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നതായിരുന്നു അതിന്റെ ആപ്തവാക്യം. ഓക്കെ, ഇനി 2024 പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം, മാസ്കോട്ട്, ഭാഗ്യചിഹ്നം എന്താണ്? ഫ്രീഷ. ഓക്കെ, അപ്പം ഫ്രീഷ എന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ അതിന്റെ ഉച്ചാരണം വരുന്നത്. അപ്പൊ ഫ്രീഷ അതാണ് അതിന്റെ ഭാഗ്യചിഹ്നം. അപ്പൊ ഈ ഫ്രീഷ അല്ലെങ്കിൽ ഫ്രീഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ഈ ഫ്രീഷ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു തൊപ്പിയാണ്. ഇപ്പം ഷൂ ഒക്കെ ഇട്ട് നിൽക്കുന്ന, ഒരു കൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു തൊപ്പിയാണ് ഈ ഫ്രീഷ, ആ ഭാഗ്യചിഹ്നം. അതായത് നമ്മൾ പറഞ്ഞു ഫ്രാൻസിൽ വെച്ചാണ് പാരാലിമ്പിക്സ് നടക്കുന്നത്. അപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് അവര് ധരിച്ചിരുന്ന, സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ട് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ധരിച്ചിരുന്ന തൊപ്പി, അതാണ് ഈ ഫ്രീഷ എന്ന ഭാഗ്യചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് അവർ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ട് ധരിച്ചിരുന്ന തൊപ്പിയാണ് ഈ ഫ്രീഷ ഭാഗ്യചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫ്രീഷ, ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് എങ്ങനെയും അറിയപ്പെടുന്നു? ലിബർട്ടി ക്യാപ്പ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ, ഭാഗ്യചിഹ്നം ഫ്രീഷ, ലിബർട്ടി ക്യാപ്പ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി 17ാമത് പാരാലിമ്പിക്സിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 170 രാജ്യങ്ങൾ പങ്കെടുത്തു. അങ്ങനെ ഈ 170 രാജ്യങ്ങൾ പങ്കെടുത്ത പാരാലിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമുക്കറിയാം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് അല്ലെ. ഫ്രാൻസിൽ വെച്ചാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവേൽ മാക്രോൺ ആണ് 2024 പാരീസിൽ വെച്ച് നടന്ന 17ാമത് പാരാലിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഈ 17ാമത് പാരാലിമ്പിക്സിനെ നമുക്കറിയാം ആഘോഷമായ ഉദ്ഘാടന ചടങ്ങുണ്ട്, അതുപോലെ തന്നെ സമാപന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഉദ്ഘാടന ചടങ്ങ് നടന്ന സ്റ്റേഡിയം, അപ്പൊ നമുക്കറിയാം PSC പരീക്ഷകളിലെ സ്റ്റേഡിയങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നതിന്റെ ഫൈനൽ നടന്ന എവിടെ, അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് നടന്ന എവിടെ, അല്ലെങ്കിൽ ഇന്ന സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷയ്ക്ക് കാണാറുള്ളതാണല്ലേ. അപ്പൊ ഇതിന്റെ പാരാലിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് എവിടെ വെച്ചായിരുന്നു? പ്ലേസ് ഡി ലാ കോൺകോർഡ്. അപ്പൊ ഇതൊരു സ്റ്റേഡിയം ആണ്, പ്ലേസ് ഡി ലാ കോൺകോർഡ്. അപ്പൊ പ്ലേസ് ഡി ലാ കോൺകോർഡിൽ വെച്ചായിരുന്നു എന്ത്? ഉദ്ഘാടന ചടങ്ങ് നടന്നത്. അപ്പൊ ഈ പ്ലേസ് ഡി ലാ കോൺകോർഡ് സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? പാരീസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങ് അതുപോലെ തന്നെ സമാപന ചടങ്ങും ഉണ്ട്.
ഈ സമാപന ചടങ്ങ് നടന്നത് എവിടെ വെച്ചാണ്? സമാപന ചടങ്ങ് സ്റ്റേഡ് ഡി ഫ്രാൻസ്. സമാപന ചടങ്ങ് നടന്നത് സ്റ്റേഡ് ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. അപ്പൊ ഉദ്ഘാടന ചടങ്ങ് പ്ലേസ് ഡി ലാ കോൺകോർഡിലും സമാപന ചടങ്ങ് നടന്നത് സ്റ്റേഡ് ഡി ഫ്രാൻസിലുമാണ് നടന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 170 രാജ്യങ്ങൾ പങ്കെടുത്തു. അപ്പൊ അവിടെ ഒന്നാം സ്ഥാനം മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം വന്ന രാജ്യം ഏതാണ്? ചൈന. ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് പാരാലിമ്പിക്സിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത്. അപ്പൊ ഒളിമ്പിക്സിൽ നമുക്കറിയാം ചൈനയ്ക്ക് രണ്ടാം സ്ഥാനമായിരുന്നു. അപ്പൊ ചൈനയ്ക്ക് പാരാലിമ്പിക്സിൽ എന്ത് ലഭിച്ചു? ഒന്നാം സ്ഥാനം ലഭിച്ചു. അപ്പൊ ചൈനയ്ക്ക് എത്ര മെഡലുകൾ പാരാലിമ്പിക്സിൽ ലഭിച്ചാണ് അവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്? അവർക്ക് 94 സ്വർണം ലഭിച്ചു. 76 വെള്ളി ലഭിച്ചു, 50 വെങ്കലവും ലഭിച്ചു. 94 സ്വർണം, 76 വെള്ളി, 50 വെങ്കലവും ആർക്ക് ലഭിച്ചു? ചൈനയ്ക്ക് ലഭിച്ചു. അങ്ങനെ ചൈനയ്ക്ക് ആകെ എത്ര മെഡലാണ് പാരാലിമ്പിക്സിൽ ലഭിച്ചത്? 220 മെഡലുകൾ ചൈനയ്ക്ക് ലഭിച്ചു. അങ്ങനെ 220 മെഡലുകൾ ലഭിച്ച് നേടി ചൈന ഒന്നാം സ്ഥാനത്ത് വന്നു. ഇനി പാരാലിമ്പിക്സ് 2024 രണ്ടാം സ്ഥാനം ആർക്കാണ്? രണ്ടാം സ്ഥാനം ബ്രിട്ടൻ. രണ്ടാം സ്ഥാനത്ത് വന്ന രാജ്യം ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ ആണ്. ഓക്കെ, അപ്പം ബ്രിട്ടൻ രണ്ടാം സ്ഥാനത്ത് വന്നു. അപ്പൊ ബ്രിട്ടന് എത്ര മെഡലുകൾ ലഭിച്ചു? 49 സ്വർണം, 44 വെള്ളി, 31 വെങ്കലവും ആർക്ക് ലഭിച്ചു? ബ്രിട്ടന് ലഭിച്ചു. അങ്ങനെ ബ്രിട്ടൻ ആകെ എത്ര മെഡൽ ലഭിച്ചു? 124 മെഡൽ ബ്രിട്ടന് ലഭിച്ചു. അപ്പൊ ഒന്നാം സ്ഥാനം ചൈനയ്ക്കും രണ്ടാം സ്ഥാനം ബ്രിട്ടനുമാണ് ലഭിച്ചത്. ഇനി പാരാലിമ്പിക്സിൽ മൂന്നാം സ്ഥാനം ലഭിച്ച രാജ്യം ആരാണ്? ഒളിമ്പിക്സിലെ ഒന്നാം സ്ഥാനക്കാർക്കാണ് പാരാലിമ്പിക്സിൽ മൂന്നാം സ്ഥാനം ലഭിച്ചത്. അപ്പൊ മൂന്നാം സ്ഥാനക്കാരാണ് USA. മൂന്നാം സ്ഥാനം USA ആണ്. അവർക്ക് 36 സ്വർണം, 42 വെള്ളി, 27 വെങ്കലം. അങ്ങനെ അവർക്ക് ആകെ എത്ര മെഡൽ ലഭിച്ചു? 105 മെഡലുകൾ USA-ക്കും ലഭിച്ചു. അപ്പൊ 1, 2, 3 സ്ഥാനക്കാരുടെ ആകെ മെഡലുകളും ഗോൾഡ് മെഡലുകളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ ഒന്നാം സ്ഥാനം ചൈനയാണ്. അവർക്ക് 224 മെഡൽ ലഭിച്ചു. അതിൽ 94 സ്വർണം ഉണ്ടായിരുന്നു. രണ്ടാം സ്ഥാനം ബ്രിട്ടൻ ആണ്. അപ്പൊ അവർക്ക് 124 മെഡലുകൾ ആകെ ലഭിച്ചു. അതില് എത്രയാണ്? 49 സ്വർണം ഉണ്ടായിരുന്നു. മൂന്നാം സ്ഥാനം USA. അവർക്ക് 105 മെഡലുകൾ ലഭിച്ചു. അതിൽ എത്ര സ്വർണം? 36 സ്വർണവുമാണ് ഉണ്ടായിരുന്നത്, അല്ലെ? ഓക്കെ, ഇനി 4, 5 സ്ഥാനക്കാർ ആരെന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. അപ്പം മെഡലുകൾ എന്തായാലും 1, 2, 3 സ്ഥാനക്കാരെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നാലാം സ്ഥാനം പാരാലിമ്പിക്സിൽ നാലാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? നെതർലൻഡ്സ്. നാലാം സ്ഥാനം നെതർലൻഡ്സിനും 5ാം സ്ഥാനം ബ്രസീലിനുമാണ് ലഭിച്ചത്. 5ാം സ്ഥാനം ബ്രസീലിന് ലഭിച്ചു. അപ്പൊ ആദ്യത്തെ 5 സ്ഥാനക്കാരെ നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ്? ചൈന, ബ്രിട്ടൻ, USA, നെതർലൻഡ്സ്, ബ്രസീൽ. അങ്ങനെ 5 സ്ഥാനക്കാർ അല്ലെ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 17ാമത് പാരാലിമ്പിക്സിൽ 170 രാജ്യങ്ങൾ പങ്കെടുത്തെന്ന് നമ്മൾ പറഞ്ഞു. 17ാമത് പാരാലിമ്പിക്സിൽ 170 രാജ്യങ്ങൾ പങ്കെടുത്തെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതില് ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇന്ത്യ പാരാലിമ്പിക്സിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ എത്ര ഇന്ത്യൻ താരങ്ങൾ പാരാലിമ്പിക്സിൽ എത്ര ഇന്ത്യൻ താരങ്ങൾ പങ്കെടുത്തിരുന്നു? 84 ഇന്ത്യൻ താരങ്ങൾ പാരാലിമ്പിക്സിൽ പങ്കെടുത്തല്ല. 84 പേര് പങ്കെടുത്തു. അങ്ങനെ 84 ഇന്ത്യൻ താരങ്ങൾ പങ്കെടുത്ത പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ എന്തെങ്കിലും ലഭിച്ചിരുന്നു. ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? 29 മെഡൽ ഇന്ത്യക്ക് ലഭിച്ചു. അപ്പൊ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 6 മെഡലാണ് ലഭിച്ചത് എങ്കിൽ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 29 മെഡൽ ലഭിച്ചു. അപ്പൊ 29 മെഡലിൽ ലഭിച്ചതിൽ അതിൽ സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നോ? സ്വർണ്ണ മെഡൽ ഉണ്ടല്ലേ? എത്ര സ്വർണ്ണ മെഡൽ ഉണ്ട്? 7 സ്വർണ്ണ മെഡൽ. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം ഉൾപ്പെടെ ഇന്ത്യക്ക് 29 മെഡൽ ലഭിച്ചു. അപ്പൊ അതിൽ 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലവുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 29 മെഡലുകൾ ലഭിച്ച ഇന്ത്യക്ക് പാരാലിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ എത്രാം സ്ഥാനമാണ് ലഭിച്ചത്?
18ാം സ്ഥാനം ഇന്ത്യക്ക് 18ാം സ്ഥാനം ലഭിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് വേണ്ടി 84 താരങ്ങൾ പങ്കെടുത്തു. അതിൽ ഇന്ത്യക്ക് 29 മെഡൽ ലഭിച്ചു. ഇന്ത്യക്ക് എത്രാം സ്ഥാനം ലഭിച്ചു? 18ാം സ്ഥാനം ലഭിച്ചു. അപ്പൊ 17ാമത് പാരാലിമ്പിക്സിൽ 18ാം സ്ഥാനം, 17ാമത് പാരാലിമ്പിക്സിൽ 18ാം സ്ഥാനം. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ. 17ാമത് പാരാലിമ്പിക്സിൽ 170 രാജ്യങ്ങൾ പങ്കെടുത്തു. 17 17 അല്ല, 170 രാജ്യങ്ങൾ 17ാമത് പാരാലിമ്പിക്സിൽ പങ്കെടുത്തു. അതിൽ ഇന്ത്യക്ക് 18ാം സ്ഥാനം, ഇന്ത്യക്ക് 18ാം സ്ഥാനമാണ് ലഭിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 7 സ്വർണം ലഭിച്ച കാര്യവും പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് ഉദ്ഘാടന ചടങ്ങുണ്ട്, സമാപന ചടങ്ങുണ്ട്. അപ്പൊ ഉദ്ഘാടന ചടങ്ങിൽ സമാപന ചടങ്ങിൽ എന്താണ്? ഓരോ രാജ്യങ്ങളും അവരുടെ പതാകകളൊക്കെ വഹിക്കുന്നു. അപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചവർ, പാരാലിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് 2 താരങ്ങളാണ്. പാരാലിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ 2 ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ പതാക വഹിച്ചു. ആരൊക്കെയാണ്? ഭാഗ്യശ്രീ ജാദവും സുമിത് ആൻഡിലുമാണ് എന്ത് ചെയ്തത്? ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യൻ പതാക വഹിച്ചത്. ഭാഗ്യശ്രീ ജാദവ്, സുമിത് ആൻഡിൽ. ഓക്കെ, അപ്പൊ അവരുടെ കായിക ഇനം ഏതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ് അല്ലെ. പേരുകൾ തന്നിട്ട് അവരുടെ കായിക ഇനം ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും മെഡലുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ ഇന്ത്യക്ക് വേണ്ടി പതാക വഹിച്ചതോ സമാപന ചടങ്ങിൽ അങ്ങനെയുള്ള രീതിയിലായിരിക്കും ആ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഭാഗ്യശ്രീ ജാദവ് ഏതാ കായിക ഇനം? ഷോട്ട് പുട്ട് താരമാണ് ഭാഗ്യശ്രീ ജാദവ്. ഓക്കെ, ഇനി സുമിത് ആൻഡിൽ ഏതാ കായിക ഇനം? സുമിത് ആൻഡിൽ ഏതാണ്? ജാവലിൻ ത്രോ താരമാണ് സുമിത് ആൻഡിൽ. അങ്ങനെ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗ്യശ്രീ ജാദവും സുമിത് ആൻഡിലും പതാക വഹിച്ചെങ്കിൽ സമാപന ചടങ്ങിൽ പതാക വഹിച്ച ആരൊക്കെയാണ്? അപ്പൊ അവിടെയും 2 ഇന്ത്യൻ താരങ്ങളാണ്. സമാപന ചടങ്ങിൽ 2 ഇന്ത്യൻ താരങ്ങളാണ് പതാക വഹിച്ചത്. ആരൊക്കെയാണ്? ഹർവീന്ദർ സിംഗും പ്രീതി പാൽ. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് 2 പേര്, ഹർവീന്ദർ സിംഗും പ്രീതി പാലുമാണ്. ഉദ്ഘാടന ചടങ്ങില് ഭാഗ്യശ്രീ ജാദവും സുമിത് ആൻഡിലും, സമാപന ചടങ്ങില് ഹർവീന്ദർ സിംഗും പ്രീതി പാലും അല്ലെ. ഓക്കെ, അപ്പൊ ഹർവീന്ദർ സിംഗ് ഏതാ കായിക ഇനം? അമ്പെയ്ത്ത് താരമാണ് ആര്? ഹർവീന്ദർ സിംഗ്. ഇനി പ്രീതി പാൽ അത്ലറ്റ് ആണ്. ഓട്ടം 100, 200 മീറ്റർ ഓട്ടം ഒക്കെ മത്സരത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് പ്രീതി പാൽ. അപ്പൊ അത്ലറ്റ് ആണ് പ്രീതി പാൽ. അപ്പം അവരുടെ കായിക ഇനങ്ങൾ മറക്കരുത്. ഭാഗ്യശ്രീ ജാദവ് ഷോട്ട് പുട്ട് ആണ്, സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ ആണ്, ഹർവീന്ദർ സിംഗ് അമ്പെയ്ത്ത് ആണ്. അതുപോലെ തന്നെ അത്ലറ്റ് താരമാണ് ആര്? പ്രീതി പാൽ. അപ്പൊ ഉദ്ഘാടന ചടങ്ങ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചതല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് എത്ര സ്വർണ്ണ മെഡൽ ലഭിച്ചു? 7 സ്വർണ്ണ മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ 7 സ്വർണ്ണ മെഡൽ ആർക്കാണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ 7 സ്വർണ്ണ മെഡൽ ആർക്കാണെന്നുള്ളതും ഏത് മത്സരത്തിലാണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെ 7 സ്വർണ്ണ മെഡൽ, ഇന്ത്യക്ക് ആകെ 29 മെഡലുകൾ ലഭിച്ചു. അപ്പൊ അതിൽ 7 സ്വർണ്ണ മെഡൽ ലഭിച്ച ആർക്കൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഇന്ത്യക്ക് ആദ്യം മെഡൽ ലഭിച്ചത് ഒരു സ്വർണ്ണ മെഡൽ. ഇന്ത്യക്ക് ആദ്യം പാരാലിമ്പിക്സിൽ 2024 ഒരു സ്വർണ്ണ മെഡലിലൂടെയാണ് ഇന്ത്യയുടെ മെഡൽ വേട്ട തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയ വ്യക്തിയാണ് ആര്? അവനി ലേഖേര. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് അവനി ലേഖേര വെച്ച് പരീക്ഷയ്ക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പൊ അവനി ലേഖേര ഏതാ കായിക ഇനം? ഷൂട്ടിംഗ്. വനിതാ ഷൂട്ടിംഗ് താരമാണ് ആര്? അവനി ലേഖേര. ഓക്കെ, അപ്പൊ അവനി ലേഖേരയ്ക്ക് 2024 പാരാലിമ്പിക്സില് ഷൂട്ടിങ്ങില് സ്വർണ്ണ മെഡൽ ലഭിച്ചു. അപ്പൊ ഷൂട്ടിങ്ങില് ഏത് ഇവന്റ് ആണെന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ രീതിയിലും കഴിഞ്ഞ വർഷത്തെ പാരാലിമ്പിക്സ് ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സിലും ഓരോരുത്തർക്കും മെഡൽ ലഭിച്ചത് ആ കാറ്റഗറി അല്ലെങ്കിൽ ഏത് ഇവന്റ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അവനി ലേഖേരയ്ക്ക് ഷൂട്ടിങ്ങില് സ്വർണം ഏതിലാണ്? 10 മീറ്റർ
എയർ റൈഫിൾ 10 മീറ്റർ എയർ റൈഫിൾ SH-1 10 മീറ്റർ എയർ റൈഫിൾ SH-1 വിഭാഗത്തില് ഷൂട്ടിങ്ങിൽ സ്വർണം ലഭിച്ച വ്യക്തിയാണ് ആര്? അവനി ലഖേര. 10 മീറ്റർ എയർ റൈഫിൾ SH-1 10 മീറ്റർ എയർ റൈഫിൾ SH-1 സ്വർണം നേടിയ താരമാണ് ആര്? അവനി ലഖേര. അവനി ലഖേര. ഓക്കെ, അപ്പം അവനി ലഖേരയ്ക്ക് ഈ പ്രാവശ്യം ഷൂട്ടിങ്ങിൽ ഈ പറഞ്ഞതിൽ 10 മീറ്റർ എയർ റൈഫിൾ SH-1 സ്വർണം ലഭിച്ചു. അപ്പൊ ഇതിനു മുമ്പ് പാരാലിമ്പിക്സ് നടന്ന എന്നാണ് 2021 2021 എവിടെ വെച്ചാണ്? ടോക്കിയോയിൽ വെച്ചാണ് നടന്നത്. അപ്പൊ 20 നടക്കേണ്ടതായിരുന്നു. പിന്നെ എന്താണ് കോവിഡ് കാരണം 2021 മാറ്റപ്പെട്ടതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഒഫീഷ്യലി 2020 പാരാലിമ്പിക്സ് ആണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 2021 ടോക്കിയോയിൽ വെച്ച് പാരാലിമ്പിക്സ് നടന്നു. അപ്പൊ ഈ ടോക്കിയോയിൽ വെച്ച് നടന്ന പാരാലിമ്പിക്സിൽ അവനി ലഖേരയ്ക്ക് ഇതേ ഇവന്റിൽ തന്നെ എന്ത് ലഭിച്ചു? സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു. സ്വർണ്ണ മെഡൽ അവനി ലഖേരയ്ക്ക് 2021 പാരാലിമ്പിക്സിൽ ലഭിച്ചിരുന്നു. അങ്ങനെ പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആയിരുന്നു ആര്? അവനി ലഖേര. കഴിഞ്ഞ പ്രാവശ്യം സ്വർണം ലഭിച്ചു. അങ്ങനെ സ്വർണ്ണ മെഡൽ നേടുന്ന പാരാലിമ്പിക്സിലെ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലഖേര. ഓക്കെ, അപ്പൊ അവനി ലഖേരയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്വർണ്ണ മെഡൽ ലഭിച്ചു. അതോടൊപ്പം വെങ്കലവും ലഭിച്ചു. അങ്ങനെ 2 മെഡൽ കഴിഞ്ഞ പ്രാവശ്യം അവനി ലഖേരയ്ക്ക് ലഭിച്ചു. അങ്ങനെ പാരാലിമ്പിക്സില് 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ബഹുമതി മാർക്ക് ലഭിച്ചു. അവനി ലഖേരയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ പ്രാവശ്യം സ്വർണം ലഭിച്ചു. അങ്ങനെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത പാരാലിമ്പിക്സിൽ അവനി ലഖേരയാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്വർണം കൂടാതെ ഒരു മെഡലൂടെ ലഭിച്ചു. അങ്ങനെ പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതമാര് തന്നെയാണ് ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതമാര് തന്നെയാണ് അവനി ലഖേര. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം സ്വർണം ലഭിച്ചു, ഈ പ്രാവശ്യം സ്വർണം ലഭിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സ്വർണം, ഈ പ്രാവശ്യം സ്വർണം. അങ്ങനെ പാരാലിമ്പിക്സില് 2 സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതമാര് തന്നെയാണ് അവനി ലഖേര. അപ്പൊ ഈ പ്രാവശ്യത്തെ റെക്കോർഡാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു മെഡൽ ലഭിച്ചു, ഈ സ്വർണ്ണ മെഡൽ ലഭിച്ചു, ഈ പ്രാവശ്യം ഒരു സ്വർണ്ണ മെഡൽ ലഭിച്ചു. അങ്ങനെ എന്താണ് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? പാരാലിമ്പിക്സില് 2 സ്വർണ്ണ മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? അവനി ലഖേര. ഓക്കെ, ഇനി അടുത്ത വ്യക്തിയാണ് ആര്? സുമിത് ആൻഡിൽ. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ സുമിത് ആൻഡിൽ. ഓക്കെ, അപ്പൊ സുമിത് ആൻഡിൽ നമ്മൾ പറഞ്ഞു ഏതാ കായികനം? ജാവലിൻ ത്രോ ആണ് അല്ലെ. ജാവലിൻ ത്രോ താരമാണ് സുമിത് ആൻഡിൽ. അപ്പൊ ജാവലിൻ ത്രോയില് F64 കാറ്റഗറിയില് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച വ്യക്തിയാണ് ആര്? സുമിത് ആൻഡിൽ. ഓക്കെ, അപ്പൊ ജാവലിൻ ത്രോ നമുക്കറിയാം, നീരജ് ചോപ്ര ജാവലിൻ ത്രോ ആണ്. പരീക്ഷയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ജാവലിൻ എത്ര മീറ്റർ ദൂരം വരെയാണ് സ്വർണം ലഭിച്ചതെന്നൊക്കെ ചോദിക്കാറുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ സുമിത് ആൻഡിൽ എത്ര മീറ്റർ ദൂരം ജാവലിനാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്? 70.59 മീറ്റർ ദൂരം ജാവലിനാർക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. സുമിത് ആൻഡിലിന് സ്വർണം ലഭിച്ചു. അപ്പൊ F64 എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. F64 ജാവലിൻ ത്രോയില് സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ആര്? സുമിത് ആൻഡിൽ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യക്ക് ജാവലിൻ ത്രോയില് 2 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2 സ്വർണ്ണ മെഡലുകളാണ് ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് ലഭിച്ചത്. അതിൽ ഒന്ന് ആർക്ക് ലഭിച്ചു? സുമിത് ആൻഡിലിന് ലഭിച്ചു. അടുത്ത ആർക്കാണ് ആര്? നവദീപ് സിംഗ്. അടുത്തത് നവദീപ് സിംഗ് ആണ്. അപ്പൊ നവദീപ് സിംഗ് ഏത് തന്നെയാണ് കായികനം? ജാവലിൻ ത്രോ. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തികളാണ് ആരൊക്കെ? സുമിത് ആൻഡിലും നവദീപ് സിംഗ്. ഓക്കെ, അപ്പൊ സുമിത് ആൻഡില് F64 സ്വർണ്ണ മെഡൽ നേടി. നവദീപ് സിംഗ് F41 വിഭാഗത്തില് സ്വർണ്ണ മെഡൽ ലഭിച്ച വ്യക്തിയാണ് ആര്? നവദീപ് സിംഗ്. ഓക്കെ, അപ്പം ഈ നവദീപ് സിംഗിന് പാരാലിമ്പിക്സില് മത്സരം കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളി മെഡലാണ് നവദീപ് സിംഗിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നത് ഇറാൻ താരത്തിനാണ്. ഒരു ഇറാൻ ജാവലിൻ ത്രോ താരത്തിനാണ് എന്ത് ലഭിച്ചിരുന്നത്? പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോ F41 സ്വർണ്ണം ലഭിച്ചിരുന്നു. ഓക്കെ, അപ്പം അപ്പൊ ആർക്കാണ്? അതായത് സദേഗ് ബെയ്ത്ത് എന്ന് പറയുന്ന ഇറാൻ താരത്തിനാണ് ഇവിടെ എന്ത് ലഭിച്ചിരുന്നത്? സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നത്. അപ്പൊ ഈ മത്സരത്തിന് ശേഷം സ്വർണ്ണ മെഡലൊക്കെ ലഭിച്ച സദേഗ് ബെയ്ത്ത് ആ സന്തോഷത്തിന്റെ ആവേശത്തിൽ എന്ത് ചെയ്തു? ആരാധകരെയൊക്കെ കൊടിയൊക്കെ പൊക്കി കാണിച്ചു. അങ്ങനെ കൊടിയൊക്കെ പൊക്കി കാണിച്ച സദേഗ് ബെയ്ത്ത് പൊക്കി കാണിച്ച കൊടി ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന കൊടി ആയിരുന്നതിനാൽ
പാരാലിമ്പിക് കമ്മിറ്റി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആ ഗോൾഡ് മെഡൽ ക്യാൻസൽ ചെയ്തു. അദ്ദേഹത്തിന്റെ ഗോൾഡ് മെഡൽ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ആർക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു? ഇന്ത്യൻ താരം നവദീപ് സിംഗിന് സ്വർണ്ണ മെഡൽ ലഭിച്ചു. അങ്ങനെ ഇറാൻ താരം അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്ന് സ്വർണ്ണ മെഡൽ ലഭിച്ച ഇന്ത്യൻ താരമാണ് ആര്? നവദീപ് സിംഗ്. നവദീപ് സിംഗ് 41 വിഭാഗത്തിലാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. നവദീപ് സിംഗ്. ഓക്കെ, അപ്പൊ നവദീപ് സിംഗ് എത്ര മീറ്റർ ദൂരമാണ്? 47.32 മീറ്റർ. അപ്പൊ മാറിപ്പോയത് സുമിത് ആന്റില് 70.59 ആയിരുന്നെങ്കിൽ നവദീപ് സിംഗ് 47.32 മീറ്റർ. 47.32 മീറ്റർ. ഇപ്പൊ 3 മെഡലായി ആർക്കൊക്കെയാണ്? അവനി ലഹര ഷൂട്ടിംഗ് ആണ്, 10 മീറ്റർ എയർ റൈഫിൾ SH1 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ജാവലിൻ ത്രോയിൽ 2 പേർക്ക് ലഭിച്ചു. ആർക്കൊക്കെയാണ്? സുമിത് ആന്റിലും അതുപോലെ തന്നെ നവദീപ് സിംഗും. സുമിത് ആന്റില് F64ലും നവദീപ് സിംഗ് F41ലുമാണ് മെഡൽ ലഭിച്ചിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിതേഷ് കുമാർ കായികനം ഏതാണ്? ബാഡ്മിന്റൺ താരമാണ് നിതേഷ് കുമാർ. അങ്ങനെ പാരാലിമ്പിക്സ് 2024 ബാഡ്മിന്റണിൽ സ്വർണം നേടുന്ന താരമാണ്. സ്വർണം നേടിയ താരമാണ് ആര്? നിതേഷ് കുമാർ. അപ്പൊ കായികനം ബാഡ്മിന്റൺ ആണ് നിതേഷ് കുമാർ. ഓക്കെ, ഇനി അടുത്താണ് ആര്? ഹർവീന്ദർ സിംഗ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സമാപന ചടങ്ങില് പതാക വഹിച്ച വ്യക്തിയാണ് ഹർവീന്ദർ സിംഗ്. അതുപോലെ പിന്നെ എന്തും ചെയ്തു? പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ വ്യക്തിയാണ് ആര്? ഹർവീന്ദർ സിംഗ്. അപ്പൊ ഹർവീന്ദർ സിംഗ് കായികനം ഏതാണ്? നമ്മൾ പറഞ്ഞു ഏതാണ്? അമ്പെയ്ത്ത് താരമാണ് ഹർവീന്ദർ സിംഗ്. അപ്പൊ അവിടെ ഹർവീന്ദർ സിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എന്താണ്? അതായത് പാരാലിമ്പിക്സില് ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് അമ്പെയ്ത്തില് സ്വർണം ലഭിക്കുന്നത്. പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് സ്വർണം ലഭിക്കുന്നത്. അങ്ങനെ പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? ഹർവീന്ദർ സിംഗ്. അങ്ങനെ അമ്പെയ്ത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഹർവീന്ദർ സിംഗ്. അപ്പൊ അതുകൊണ്ടും ആ പേര് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 4 സ്വർണമായി അവനി ലഹരയായി, സുമിത് ആന്റിലായി, നവദീപ് സിംഗ് ആയി, അതുപോലെ തന്നെ ഹർവീന്ദർ സിംഗ് അമ്പെയ്ത്ത് താരം ഹർവീന്ദർ സിംഗ്. ഒക്കെ, അടുത്തത് ധരംബീർ. ഓക്കെ, അപ്പൊ ധരംബീർ കായികനം ഏതാണ്? ധരംബീർ ഏതാണ്? ക്ലെപ്ത്രോ. കായികനം ക്ലെപ്ത്രോയാണ്. അപ്പൊ ക്ലെപ്ത്രോയില് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ആര്? ധരംബീർ. ക്ലെപ്ത്രോയിൽ സ്വർണ്ണ മെഡൽ ധരംബീർ. ഇനി അടുത്താണ് ആര്? പ്രവീൺ കുമാർ. ഓക്കെ, അപ്പൊ പ്രവീൺ കുമാർ കായികനം ഏതാ? പ്രവീൺ കുമാർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെ തന്നെ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പത്രങ്ങളിൽ കണ്ടതാണ് അല്ലെ. എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം ധ്യാൻചന്ദ് പുരസ്കാരം, 25 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം. അപ്പൊ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിൽ ലഭിച്ച ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച വ്യക്തികളിൽ ഒന്നാണ് ആര്? പ്രവീൺ കുമാർ. അപ്പൊ പ്രവീൺ കുമാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം ഈ വർഷം ലഭിച്ച വ്യക്തിയാണ് പ്രവീൺ കുമാറിന് പാരാലിമ്പിക്സ് 2024 എന്ത് ലഭിച്ചിരുന്നു? സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു. അപ്പൊ ഏതാണ് കായികനം? ഏത് കായികനമാണ്? ഹൈ ജമ്പില് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ആര്? പ്രവീൺ കുമാർ. സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് പ്രവീൺ കുമാർ. അപ്പൊ പ്രവീൺ കുമാറിന് ഹൈ ജമ്പില് ഏത് വിഭാഗത്തിലാണ്? T64 വിഭാഗത്തില്. ഇവിടെ ഒരു F64 ഉണ്ട്, അത് ജാവലിൻ ത്രോ സുമിത് ആന്റില്. ഇവിടെ T64 നമ്മൾ പറഞ്ഞു അതേതാണ്? ഹൈ ജമ്പ് T64 സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ആര്? പ്രവീൺ കുമാർ. ഓക്കെ, അങ്ങനെ ഇന്ത്യക്ക് 7 സ്വർണ്ണ മെഡലുകൾ ലഭിച്ചു. അങ്ങനെ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി 2024 സ്വർണ്ണ മെഡൽ നേടിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരാണ്? അവനി ലഹര. ഇന്ത്യക്ക് പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര സ്വർണ്ണ മെഡലുകൾ ലഭിച്ചു? 2 സ്വർണ്ണ മെഡലുകൾ ലഭിച്ചു. അപ്പൊ അതില്
F64 ആർക്കാണ്? സുമിത് ആന്റിലിന്. സുമിത് ആന്റിൽ. F41 ആർക്കാണ്? നവദീപ് സിംഗിന്. ഇറാൻ താരം അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്ന് സ്വർണ്ണ മെഡൽ ലഭിച്ച ആർക്കാണ്? നവദീപ് സിംഗിനാണ്. നവദീപ് സിംഗിനാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നിതേഷ് കുമാർ ബാഡ്മിന്റൺ താരമാണ്. ഹർവീന്ദർ സിംഗ് അമ്പെയ്ത്ത് താരമാണ്. അമ്പെയ്ത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പാരാലിമ്പിക്സിൽ സ്വർണം. അത് ഹർവീന്ദർ സിംഗിലൂടെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ധരംവീർ. ധരംവീർ ഏതാണ് കായിക ഇനം? ക്ലബ് ത്രോയില് ധരംവീറും. പ്രവീൺ കുമാർ ഹൈ ജമ്പ് T64 സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ആര്? പ്രവീൺ കുമാർ. അങ്ങനെ ഇന്ത്യക്ക് 7 സ്വർണ്ണ മെഡലുകൾ ലഭിച്ചു, 9 വെള്ളി ലഭിച്ചു, 13 വെങ്കലം ലഭിച്ചു. അങ്ങനെ ഇന്ത്യക്ക് 18ാം സ്ഥാനമായിരുന്നു പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. നമ്മൾ 7 സ്വർണ്ണ മെഡൽ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഇനി നമ്മൾ ഇപ്രാവശ്യം മെഡൽ നേടിയ കുറച്ച് വ്യക്തികൾ, മറ്റ് പ്രധാന വ്യക്തികൾ കൂടി ഒരു 3-4 പേരുടെ പേരുകൾ കൂടി നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു പാരാലിമ്പിക്സിൽ 7 സ്വർണം ലഭിച്ചു. അപ്പം ഈ 2024 പാരാലിമ്പിക്സിൽ 29 മെഡൽ ലഭിച്ചതില് ഒരു വ്യക്തിക്ക് 2 മെഡൽ ലഭിച്ചു. അങ്ങനെ 2024 പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം, 2024 പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടിയ താരം ആരാണ്? പ്രീതി പാൽ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീതി പാൽ. നമ്മൾ നേരത്തെ പേര് കണ്ടു അല്ലെ, എന്തിലാ? സമാപന ചടങ്ങില് പതാക വഹിച്ചതാണ് പ്രീതി പാൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? 2024 പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ താരമാണ് പ്രീതി പാൽ. 2 മെഡലുകൾ നേടിയ വനിത എന്ന് ചോദിച്ചാലും 2 മെഡൽ നേടിയ ഇന്ത്യൻ താരം എന്ന് ചോദിച്ചാലും ആൻസർ ഏതാണ്? പ്രീതി പാൽ. ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആരായിരുന്നു? മനു ഭാക്കർ. പാരാലിമ്പിക്സിൽ 2 മെഡൽ ആരാണ് 2024? പ്രീതി പാൽ. അപ്പൊ പ്രീതി പാലും അവനി ലഹരയായിട്ട് മാറിയും പോകരുത്. അവനി ലഹരയുടെ കാര്യം പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം 2 മെഡൽ ലഭിച്ചു, ഇപ്രാവശ്യം 1 മെഡൽ ലഭിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 1 സ്വർണം ലഭിച്ചു, ഇപ്രാവശ്യം സ്വർണം. അങ്ങനെ 2 സ്വർണ്ണ മെഡലുള്ള കാര്യത്തിൽ അവനി ലഹര. ഇവിടെ നമ്മൾ പറഞ്ഞത് 2024 പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ താരമാണ് ആര്? പ്രീതി പാൽ. അപ്പൊ ഇവിടെ സ്വർണ്ണമല്ല പ്രീതി പാലിന് ലഭിച്ചിരുന്നത്. സ്വർണം നേടിയവരുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പ്രീതി പാൽ, അതായത് 100 മീറ്റർ ഓട്ടത്തിലും 200 മീറ്റർ ഓട്ടത്തിലുമാണ് പ്രീതി പാൽ മത്സരിച്ചിരുന്നത്. അപ്പൊ അവിടെ 2ലും എന്ത് ലഭിച്ചിരുന്നു? വെങ്കല മെഡൽ ലഭിച്ചു. അപ്പൊ 2 മെഡൽ ലഭിച്ചു. അങ്ങനെ 2024 പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ താരമാണ് ആര്? പ്രീതി പാൽ. ഓക്കെ, ഇനി അടുത്തത് പാരാലിമ്പിക്സില് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ശീതൾ ദേവി. പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? ശീതൾ ദേവി അല്ലെ. ഓക്കെ, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും 24 ഒളിമ്പിക്സിലായിരുന്നു മെഡൽ നേടിയത്. അത് അമൻ സറാവത്ത് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇതുവരെയുള്ള ഇന്ത്യയുടെ പാരാലിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? ശീതൾ ദേവി. അപ്പൊ 17 വയസ്സുള്ള വ്യക്തിയാണ് ശീതൾ ദേവി. ഏതാ കായികനം? ഹർമീന്ദർ സിംഗിന്റെ കായികനം ഏതാണ്? അമ്പെയ്ത്ത്. അപ്പൊ അമ്പെയ്ത്തിലാണ് ശീതൾ ദേവിക്ക് മെഡൽ ലഭിച്ചത്. അപ്പൊ വെങ്കലമാണ് ലഭിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഹർവീന്ദർ സിംഗിന്റെ കാര്യം അമ്പെയ്ത്തിൽ പറഞ്ഞത്. സ്വർണ്ണ മെഡൽ അമ്പെയ്ത്തിൽ നേടുന്ന ആദ്യ താരം, അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരം ഹർവീന്ദർ സിംഗ്. അപ്പൊ ഇവിടെ സ്വർണ്ണമായിരുന്നില്ല. ഓക്കെ, അപ്പൊ ശീതൾ ദേവി. അപ്പം മിക്സഡ് മത്സരമായിരുന്നു, ഒരു ടീം മത്സരമായിരുന്നു. അപ്പൊ രാകേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം മത്സരത്തില് മെഡൽ ലഭിച്ച ടീമിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ശീതൾ ദേവി. അങ്ങനെ പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ശീതൾ ദേവി. ഒക്കെ, അപ്പൊ ഇപ്രാവശ്യം 24 പാരാലിമ്പിക്സ്, അതിനു മുമ്പ് 2021 ടോക്കിയോ പാരാലിമ്പിക്സ്, അതിനു മുമ്പ് 2016 റിയോ പാരാലിമ്പിക്സ്, അങ്ങനെ 3 പാരാലിമ്പിക്സ് അല്ലെ, 2016, 2021, 2024, അങ്ങനെ തുടർച്ചയായ 3 പാരാലിമ്പിക്സ്. അപ്പൊ ഈ തുടർച്ചയായ 3 പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം, തുടർച്ചയായ 3 പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? മാരിയപ്പൻ തങ്കവേലു. തങ്കവേലുവിന്റെ റെക്കോർഡ് നമ്മളിപ്പോ പറഞ്ഞ എന്താ? തുടർച്ചയായ 3 പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ അല്ല, തുടർച്ചയായ 3 പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മാരിയപ്പൻ തങ്കവേലു. ഏതാണ് കായികനം മാരിയപ്പൻ തങ്കവേലു?
ഹൈ ജമ്പ് നേരത്തെ ഒരു ഹൈ ജമ്പ് നമ്മൾ കണ്ടു, അതാരാണ് പ്രവീൺകുമാർ സ്വർണം ലഭിച്ചു. അപ്പൊ മാരിയപ്പൻ തങ്കവേലു സ്വർണം ലഭിച്ചില്ല. മാരിയപ്പൻ തങ്കവേലുവിന് T63 വിഭാഗത്തിലാണ് മെഡൽ ലഭിച്ചത്. T63 മാരിയപ്പൻ തങ്കവേലു T63യിലാണ് മെഡൽ ലഭിച്ചത്. അങ്ങനെ മാരിയപ്പൻ തങ്കവേലു തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? മാരിയപ്പൻ തങ്കവേലു. ഓക്കെ, അങ്ങനെ ഈ 29 മെഡൽ ഇന്ത്യക്ക് ലഭിച്ചതിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് ജൂഡോ മത്സരത്തിൽ ജൂഡോയിൽ മെഡൽ ലഭിച്ചു. സ്വർണം, വെള്ളി, വെങ്കലം എന്നുള്ളതല്ല, ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു മെഡൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പം മെഡൽ ലഭിച്ചു. അങ്ങനെ ജൂഡോയിൽ മെഡൽ ലഭിച്ചു. അങ്ങനെ പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ജൂഡോ താരം ആരാണ്? കപിൽ പർമാർ. പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ജൂഡോ താരമാണ് ആര്? കപിൽ പർമാർ. ഓക്കെ, അങ്ങനെ കപിൽ പർമാർ ജൂഡോയിൽ മെഡൽ ലഭിച്ചു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ ജൂഡോ താരമാണ് കപിൽ പർമാർ. ഓക്കെ, അപ്പൊ പ്രീതി പാൽ 2 മെഡലുകൾ നേടി. ശീതൾ ദേവി മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. മാരിയപ്പൻ തങ്കവേലു തുടർച്ചയായി 3 പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന താരം. കപിൽ പർമാർ പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ജൂഡോ താരം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 84 ഇന്ത്യൻ താരങ്ങളാണ് പാരാലിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞ അല്ലെ. 84 ഇന്ത്യൻ താരങ്ങൾ പങ്കെടുത്തു. അപ്പൊ അതിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഒരേ ഒരു മലയാളി പാരാലിമ്പിക്സ് 2024 പങ്കെടുത്തു. അങ്ങനെ 2024 പാരാലിമ്പിക്സിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ്? സിദ്ധാർത്ഥ ബാബു പങ്കെടുത്ത മലയാളിയാണ് സിദ്ധാർത്ഥ ബാബു. അപ്പൊ സിദ്ധാർത്ഥ ബാബുവിന് മെഡൽ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പാരാലിമ്പിക്സിൽ ഏറ്റവും വലിയ കായിക മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമൊക്കെ ലഭിച്ചു. അങ്ങനെ മലയാളിക്ക് ലഭിച്ചു. ആരാണ്? സിദ്ധാർത്ഥ ബാബു. ഏതാ കായിക ഇനം? ഷൂട്ടിംഗ് താരമാണ് സിദ്ധാർത്ഥ ബാബു ഷൂട്ടിംഗ് താരമാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 17ാമത് പാരാലിമ്പിക്സ് 2024 നടന്നു. ഇനി അടുത്ത പാരാലിമ്പിക്സ് 18ാമത് പാരാലിമ്പിക്സ് ഏത് വർഷമാണ്? 2028 നടക്കും അല്ലെ. 18ാമത് പാരാലിമ്പിക്സ് 2028 നടക്കും. എവിടെ വെച്ച് നടക്കും? ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടക്കും. ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ലോസ് ഏഞ്ചൽസ് എവിടെയാണ്? USA. ലോസ് ഏഞ്ചൽസ് USA ആണ്. അങ്ങനെ അടുത്ത പാരാലിമ്പിക്സും ഒളിമ്പിക്സും എവിടെ വെച്ചാണ് നടക്കുന്നത്? ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ്. 18ാമത് പാരാലിമ്പിക്സ് ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് 2024 നടന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഏറ്റവും വലിയ കായിക മത്സരമായ പാരാലിമ്പിക്സ് ആണ് പഠിച്ചത്. 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഒളിമ്പിക്സിനെ തുടർന്നാണെന്നും പറഞ്ഞു. 17ാമത് പാരാലിമ്പിക്സ് ആണ് നടന്നത്. പാരീസിൽ വെച്ചാണ് നടന്നത്. ഇന്ത്യക്ക് അവിടെ 18ാം സ്ഥാനം ലഭിച്ചു. 29 മെഡൽ ലഭിച്ചു ഇന്ത്യക്ക്. അതിൽ 7 സ്വർണം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വർണ്ണ മെഡലുകൾ നേടിയ ഏക വനിതയാണ് ആരാണ്? അവനി ലഖേരിയാണ്. ഷൂട്ടിംഗ് താരമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് 2 മെഡലുകൾ ലഭിച്ചു. 2 മെഡലുകൾ സുമിത് ആഞ്ചലിനും അതുപോലെ തന്നെ നവദീപ് സിംഗിനും. പിന്നെ പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? ഹർവീന്ദർ സിംഗ്. ബാഡ്മിന്റണിലും ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. ആ വ്യക്തിയാണ് ആര്? നിതേഷ് കുമാർ. ക്ലബ് ത്രോയിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച വ്യക്തിയാണ് ആര്? ധരംവീർ. പിന്നെ നമ്മൾ പറഞ്ഞു ഹൈ ജമ്പില് സ്വർണ്ണ മെഡൽ ലഭിച്ച താരം അതാരാണ്? പ്രവീൺ കുമാർ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ റെക്കോർഡുകൾ അല്ലെ. ശീതൾ ദേവി മെഡൽ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. പ്രീതി പാൽ 2024 2 മെഡൽ ലഭിച്ച വ്യക്തിയാണ്. മാരിയപ്പൻ തങ്കവേലു തുടർച്ചയായ 3 പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മാരിയപ്പൻ തങ്കവേലു. മെഡൽ നേടുന്ന ആദ്യ ജൂഡോ താരമാണ് കപിൽ പർമാർ. പങ്കെടുത്ത മലയാളിയാണ് സിദ്ധാർത്ഥ ബാബു ഷൂട്ടിംഗ് താരമാണ്. അടുത്ത പാരാലിമ്പിക്സ് നടക്കാൻ പോകുന്നത് 2028 അത് 18ാമത് പാരാലിമ്പിക്സ് ആണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? USA ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് അടുത്ത പാരാലിമ്പിക്സ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് അങ്ങ് പഠിച്ചു വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കാം. ഓക്കെ.